കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ഷുക്കൂർ വധക്കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ അടച്ചതിനെ തുടർന്ന് സിപിഐഎം ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വിഴിഞ്ഞത്ത് സിപിഐഎം പ്രവർത്തകർ പോലീസുമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായും ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ ഭാഗമായി 9 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കി സിപിഐഎം ഏരിയ നേതൃത്വം നൽകിയ ലിസ്റ്റ് അനുസരിച്ച് പോലീസ് പ്രതിപട്ടിക തീർക്കുകയായിരുന്നുവെന്നാണ് സിപിഐഎം വിടുന്നവരുടെ ആരോപണം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവരെയും സംഭവ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരെയും പ്രതികളാക്കി യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കിയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. സംഘടന ഏത് വിഷയമുണ്ടായാലും യുവാക്കളായ നമ്മളെ സമരരംഗത്ത് ഇറക്കുകയും, എന്നാൽ കേസുകളിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ പൂർണ്ണമായും നേതാക്കളെ ഒഴിവാക്കിയിട്ട് പ്രവർത്തകരായ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ ജീവിതവും നമ്മുടെ ഭാവിയും ഒക്കെ തുലയ്ക്കുന്ന ഒരു നിലപാട് ആദ്യമേ സംഘടന ഭാഗത്തുണ്ടായിരുന്നു. സിപിഐഎം വിഴിഞ്ഞം ബ്രാഞ്ച് സെക്രട്ടറി കബീർ, ഡിവൈഎഫ്ഐ വിഴിഞ്ഞം ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം, വൈസ് പ്രസിഡന്റ് ഹക്കീം ഷാ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പാർട്ടി അംഗങ്ങളും ഡിവൈഎഫ്ഐയുടെ 9 യൂണിറ്റ് ഭാരവാഹികളും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്നത്. തങ്ങളോടൊപ്പം വിഴിഞ്ഞത്തെ ബഹുഭൂരിപക്ഷം പാർട്ടി അനുഭാവികളും സിപിഐഎം വിടുമെന്ന് ഇവർ അവകാശപ്പെടുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പലപ്പോഴും പ്രതികളെ നൽകുമ്പോൾ തങ്ങളെ ഉൾപ്പെടുത്തുകയും പാർട്ടി നേതൃത്വത്തിന് താൽപ്പര്യമുള്ളവരെ ഒഴിവാക്കുകയുമാണ് പതിവെന്നും ഇവർ പരാതിപ്പെടുന്നു. ഹർത്താൽ ദിവസത്തെ കേസുകളിലും യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കി. കേസിൽ ഉൾപ്പെട്ടവരെ സഹായിക്കാനെന്ന പേരിൽ ഏരിയ നേതൃത്വത്തിലെ ചിലർ പണപ്പിരിവ് നടത്തി. എന്നാൽ ഇതിൽ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. ഹർത്താൽ ദിവസം നടന്ന അക്രമങ്ങളിൽ 9 പേരെ പ്രതികളാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും 9 കേസുകളിലും പ്രതികളാണ്. സംഭവ ദിവസം കസ്റ്റഡിയിലായ 2 പേർ 58 ദിവസമായി റിമാൻഡിലാണ്. ഇവരെ ജാമ്യത്തിലിറക്കാനും പാർട്ടി നേതൃത്വം ശ്രമിച്ചിട്ടില്ല. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വൻ അഴിമതിയാണ് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും ഇത് ചോദ്യം ചെയ്തതാണ് തങ്ങളെ പാർട്ടിക്ക് അനഭിമതരാക്കിയതെന്നും പാർട്ടി വിടുന്നവർ ആരോപിക്കുന്നു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.